നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിട്ടി ടൗണിലെ മോഷണം പ്രതികൾ കർണാടകയിൽ പിടിയിൽ. കേളകം ബിവറേജസ് ഔട്ട്ലെറ്റിലെ മദ്യക്കുപ്പികൾ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിലായത് തിരുവോണപ്പുറം ചതുരൂർ കോളനിയിലെ 3 പേർ. പുഴയിൽ മാലിന്യം തള്ളി. കേളകം പൊയ്യമല കമ്പിപ്പാലം റോഡിൽ ബാവലിപ്പുഴയിലാണ് ചാക്കുകളിലാക്കി മാലിന്യം തള്ളിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഇരിട്ടി ടൗണിലെ മോഷണ കേസുകളിലെ പ്രതികൾ കർണാടകയിൽ പിടിയിൽ. ഉളിക്കൽ മണ്ഡപംപറമ്പ് സ്വദേശി TS സലീം, കർണാടക സോമവാർപേട്ട താലൂക്കിലെ ഗാന്ധിനഗറിലെ താമസക്കാരനും മലയാളിയുമായ സഞ്ജയ് എന്ന സഞ്ജു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിട്ടി ടൗണിലെ റിംഗ്മി മൊബൈൽ ഷോപ്പ്, അമിഗോസ് മൊബൈൽ ഷോപ്പ് എന്നിവിടങ്ങളിൽ മോഷണം നടത്തുകയും CPM ഇരിട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന ബൈക്ക് കവരുകയും ചെയ്ത കേസിലാണ് 2 പ്രതികളെ പോലീസ് കർണാടകയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഉളിക്കൽ മണ്ഡപപ്പറമ്പ് സ്വദേശി TS സലീം, കർണാടക സോമവാർപേട്ട് താലൂക്കിലെ ഗാന്ധിനഗറിലെ താമസക്കാരനും മലയാളിയുമായ സഞ്ജയ് എന്ന സഞ്ജുവുമാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായത്. പ്രതികൾ തലശ്ശേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചതായി മനസ്സിലാക്കിയ പോലീസ് ഇരിട്ടി മുതൽ തലശ്ശേരി വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പ്രതികളുടെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്ന് പ്രതികൾ സഞ്ചരിച്ച വാഹനം കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് കടന്ന് കർണാടകയിലേക്ക് പോയതായി കണ്ടെത്തിയതോടെയാണ് അന്വേഷണം പോലീസ് കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചത്. സ്ഥിരം പ്രതികളായ ഇവർ മുൻപ് ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. ഇരിട്ടിയിലെ മോഷണം കൂടാതെ കേളകം, മാടത്തിൽ, പെരിങ്കരി എന്നിവിടങ്ങളിലെ ആരാധനാലയങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും പ്രതികൾ മോഷണം നടത്തിയിട്ടുണ്ട്. കർണാടകയിൽ വാഹനമോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ് ഇരുവരും. നിലവിൽ കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി ഇരിട്ടിയിലെത്തിക്കും. ഇരിട്ടി CI കുട്ടിക്കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജോയ്, ബിനീഷ്, സുകേഷ്, പ്രവീൺ, ആർലം പോലീസ് സ്റ്റേഷനിലെ ജയദേവൻ എന്നിവരുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കേളകം ബീവറേജസ് ഔട്ട്ലെറ്റിലെ മദ്യക്കുപ്പികൾ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. തിരുവോണപ്പുറം ചതുരൂർ കോളനിയിലെ 3 പേരെയാണ് കേളകം SI VV ശ്രീജേഷ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേളകം ബീവറേജ് ഔട്ട്ലെറ്റിലെ മദ്യക്കുപ്പികൾ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. തിരുവോണപ്പുറം കോളനിയിലെ അമ്പാടി രഞ്ജിത്ത്, പ്രഷിത്, ചതുരൂർ കോളനിയിലെ രാജേഷ് എന്ന അപ്പുണ്ണി എന്നിവരെയാണ് കേളകം SI VV ശ്രീജേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കേളകം ബീവറേജ് ഔട്ട്ലെറ്റിലും മദ്യം ഉപേക്ഷിച്ച സ്ഥലത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റോഡിൽ ഇറങ്ങിയ താഴോട്ടേക്ക് ആഗസ്റ്റ് മാസം 16-ാം തീയതി രാത്രിയിലാണ് ബീവറേജ് ഔട്ട്ലെറ്റിന്റെ കെട്ടിടത്തിന് പുറകുവശത്തെ ജനൽച്ചിൽ തകർത്ത ശേഷം കാർബോർഡ് പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന റോയൽ ആർമിയുടെ 1/2 ലിറ്ററിന്റെ 23 മദ്യക്കുപ്പികൾ മോഷ്ടിച്ചത്. ഇതിൽ 17 കുപ്പികൾ സമീപത്തെ ടയർ പഞ്ചർ കടക്ക് പുറകുവശത്തു നിന്നും കണ്ടെടുത്തിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. മുഴക്കുന്ന്, ഇരിട്ടി, പേരാവൂർ, കേളകം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി പ്രതികൾക്ക് നിരവധി കേസുകളുണ്ടെന്ന് SI ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പുഴയിൽ മാലിന്യം തള്ളിയ നിലയിൽ. കേളകം പൊയ്യമല കമ്പിപ്പാലം റോഡിൽ ബാവലിപ്പുഴയിലാണ് ചാക്കുകളിലാക്കി പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയത്. പ്ലാസ്റ്റിക് മാലിന്യം അടക്കമാണ് പുഴയിൽ തള്ളിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ബാവലിപ്പുഴയിലാണ് മാലിന്യം തള്ളിയത്. പൊയ്യമല കമ്പിപ്പാലം റോഡിൽ ബാവലിപ്പുഴയിലാണ് ചാക്കുകളിലാക്കിയും കാർബോർഡ് പെട്ടിയിലാക്കിയും മാലിന്യം തള്ളിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, പഴകിയ തുണികൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, അറവ് മാലിന്യങ്ങൾ എന്നിവയാണ് തള്ളിയിരിക്കുന്നതിലേറെയും. റോഡിൽ നിന്നും പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതാണെന്നാണ് കരുതുന്നത്. ഈ പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായിട്ടും അധികാരികൾ മൗനത്തിലാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. വിളക്കോട് പാറക്കണ്ടം തൊണ്ടൻകുഴിയിലെ ഇരട്ടക്കൊലപാതകം പ്രതി ഷാഹുലിനെ അറസ്റ്റ് രേഖപ്പെടുത്തി.
റിമാൻഡ് ചെയ്തു. കൊലപാതകത്തിനിടെ പരിക്കേറ്റ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തത്. വിളക്കോട് പാറക്കണ്ടം തൊണ്ടൻകുഴിയിലെ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ഷാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. കൊലപാതകത്തിനിടെ പരിക്കേറ്റ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം ഓഗസ്റ്റ് 27-ാം തീയതിയാണ് മുഴക്കുന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂത്തുപറമ്പ് സബ് ജയിലിൽ റിമാൻഡ് ചെയ്തത്. സെപ്റ്റംബർ 9-ാം തീയതി വരെയാണ് ഷാഹുലിനെ റിമാൻഡ് ചെയ്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ഷാഹുലിന്റെ ഭാര്യ സൽമ, ഭാര്യാമാതാവ് അലീമ എന്നിവരെ ഷാഹുൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം കൊട്ടിയൂർ യൂത്ത് മീറ്റ്സ് ശുചിത്വ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോർജ് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യമുയർത്തി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത്, ഹരിതകർമ്മസേന, IGM ഹയർ സെക്കൻഡറി സ്കൂൾ, NSS യൂണിറ്റ്, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് വാളണ്ടിയർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ യൂത്ത് മീറ്റ്സ് ശുചിത്വ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. നീണ്ടുനോക്കി ടൗണിൽ നിന്നും ആരംഭിച്ച റാലി പഞ്ചായത്ത് ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോർജ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഈരായിക്കൊല്ലി വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം കല്ലൻ ബാലൻ നഗറിൽ നടന്നു. CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം K. വത്സൻ ഉദ്ഘാടനം ചെയ്തു. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPM ഈരായിക്കൊല്ലി വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം കല്ലൻ ബാലൻ നഗറിൽ നടന്നു. സന്തോഷിന്റെ അധ്യക്ഷതയിൽ CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം K. വത്സൻ ഉദ്ഘാടനം ചെയ്തു. സീറ്റോളം കുറഞ്ഞു. ഇക്കോണിക്ക് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇങ്ങനെയുമുണ്ടായി. ഈ രണ്ട് പരാജയങ്ങളുടെയും സവിശേഷത ആഗോളവൽക്കരണ നയങ്ങളെ ഉണർത്തുന്ന തിരിച്ചടിയാണ്. PC സന്തോഷ് രക്തസാക്ഷി പ്രമേയവും ഷിയോൺ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. M. വിജേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മാധവി പതാക ഉയർത്തി. KP സുരേഷ് കുമാർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. CPIM പേരാവൂർ തെരൂർ വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം തെരുവത്ത് നടന്നു. CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. CPIM പേരാവൂർ തെരൂർ വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം തെരുവത്ത് നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി മുതിർന്ന പാർട്ടി അംഗം കോലത്താടൻ ലക്ഷ്മി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജില്ലാ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ആകുമ്പോഴേക്കും പൂർത്തിയാക്കി ഞാൻ പറഞ്ഞ പാർട്ടി കോൺഗ്രസിലേക്ക് നാം പോവുകയാണ് ചെയ്യുന്നത്. പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സംബന്ധിച്ച്
കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് തുടർന്ന് നമ്മുടെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസ് വിശദമായി ചർച്ച ചെയ്യും. പി സുധീഷ് അധ്യക്ഷത വഹിച്ചു. കെ പി സുഭാഷ് അനുശോചന പ്രമേയവും പി സുധീഷ് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി ബാബു മാസ്റ്റർ, കെ ജെ ജോയിക്കുട്ടി, നിഷ ബാലകൃഷ്ണൻ, കെ പ്രഭാകരൻ, ബ്രാഞ്ച് സെക്രട്ടറി രാജൻ നരികാടൻ, ടി ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മഞ്ഞളാമ്പുറം ബ്രാഞ്ച് സമ്മേളനം ശോഭന ആലക്കാടൻ നഗറിൽ നടന്നു. CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം ടി വിജയൻ ഉദ്ഘാടനം ചെയ്തു. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മഞ്ഞളാമ്പുറം ബ്രാഞ്ച് സമ്മേളനം ശോഭന ആലക്കാടൻ നഗറിൽ നടന്നു. വിശ്വംഭരൻ പതാക ഉയർത്തി. സമ്മേളനം CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം ടി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി, ആ ചെങ്കുടി പിടിക്കുന്ന പാർട്ടി, അതാണ് നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം പോരാട്ടത്തിൻ്റെയും എല്ലാം വഴികളിലൂടെയാണ് നമ്മൾ ഇന്ന് ഇത്ര വലിയ പ്രസ്ഥാനമായി കേരളത്തിൽ പാർട്ടി വളർന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ വിവിധ തലങ്ങളിൽ നമുക്കുണ്ടാവുന്ന പോരായ്മകൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് വളരെ വിശദമായ ചർച്ച ഈ സമ്മേളന കാലയളവിൽ നടത്താൻ സാധിക്കണം. TC സജി അധ്യക്ഷത വഹിച്ചു. ലീലാമ രക്തസാക്ഷി പ്രമേയവും TK ബാഹുലയൻ അനുശോചന പ്രമേയവും അമ്മിണി ശ്രീധരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. കേളകം ലോക്കൽ സെക്രട്ടറി KP ഷാജി മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VP ബിജു, മൈഥിലി രമണൻ, PG സന്തോഷ്, KM ജോർജ് എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ഇരിട്ടി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ KN ദാമോദരൻ അനുസ്മരണം നടത്തി. സംസ്ഥാന ട്രഷറർ MV ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ഇരിട്ടി താലൂക്ക് യൂണിയൻ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച KN ദാമോദരൻ്റെ അനുസ്മരണമാണ് മുരിങ്ങോടി സാംസ്കാരിക നിലയത്തിൽ നടന്നത്. താലൂക്ക് പ്രസിഡന്റ് MK മണിയുടെ അധ്യക്ഷതയിൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന ട്രഷറർ MV ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇതൊക്കെ വളരെ അപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ കണ്ണൂരിൽ നിന്നും എഴുന്നേൽ നിന്നും വന്ന് അദ്ദേഹത്തിൻ്റെ വീട് നമ്മളൊരു സന്ദർശനം നടത്തുമെന്ന് പറയുമ്പോൾ നമ്മളൊരു സ്നേഹമാണ് അതിൻ്റെ പിന്നിൽ എനിക്കുണ്ടായ ഒരു മോട്ടിവേഷൻ. പിന്നെ സംഘടന ഇരിട്ടി താലൂക്ക് 18 ശാഖകളോളം പ്രവർത്തിച്ച ഒരു ശാഖയായി മാറ്റിയതിൻ്റെ പിന്നിൽ വർത്തിച്ച ഒരു സർഗശക്തിയായ ദാമോദരേട്ടൻ, അദ്ദേഹത്തിന് മനസ്സിലുണ്ടായ ഒരു വിചാരം, പണ്ടത്തതുപോലെ നമുക്ക് എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇന്ന് ശാഖകൾ കുറഞ്ഞു വരികയല്ലേ, എവിടെയൊക്കെയോ പാളിച്ചകൾ പറ്റുന്നില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാനും ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും പറയാം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ സംഘടനാ പ്രവർത്തനത്തിലെ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഇരിട്ടി താലൂക്ക് വേറിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ പറയാം. സംസ്ഥാന കൗൺസിലർ NP പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് സോമൻ, സുനിൽകുമാർ, സുധാകരൻ, താലൂക്ക് രക്ഷാധികാരി ശ്രീധരൻ, താലൂക്ക് സെക്രട്ടറി BK മുരളീധരൻ, KP ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മാലൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളിലോട് വാർഡിനെ വരിക്കപ്ലാവ് ഗ്രാമമാക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്ലാവിൻ തൈ വിതരണോദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ നിർവഹിച്ചു. മാലൂർ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡ് വെള്ളിലോട് വാർഡിനെ വെള്ളരിക്ക പ്ലാവ് ഗ്രാമമാക്കുന്നതിൻ്റെ ഭാഗമായായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം TP സിറാജു മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇനീഷ്യേറ്റീവ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി വാർഡിലെ 300ഓളം കുടുംബങ്ങൾക്ക് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തത്. പ്ലാവിൻ തൈ വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ TP സിറാജു മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ വരിക്കപ്ലാവ് ഗ്രാമ പദ്ധതി വാർഡ് മെമ്പർ വെള്ളിലോട് വാർഡിൽ അദ്ദേഹം നടപ്പിലാക്കുകയാണ്. നമുക്കറിയാം, മാലൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ഏരിയയാണ്. എനിക്ക് വലിയ പരിചയമില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. ഇപ്പം ഒരു കാർഷിക മേഖല എന്ന് തന്നെ നമുക്ക് പറയാം. മട്ടന്നൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാർഷിക മേഖലയാണ്. അപ്പോൾ തീർച്ചയായും ആ രീതിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ന് വരിക്കപ്ലാവ്, നമ്മുടെ ചക്ക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ
മഴക്കാലത്ത് അത് വീട് നശിച്ചു പോകുന്നത് ആരും തിരിഞ്ഞു നോക്കാത്ത രീതിയിലൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുകയായിരുന്നു. നമ്മൾ അതിൻ്റെ പത്രത്തിൽ കണ്ട ഒരു വാർത്ത അനുസരിക്കൂടെ പറയുകയായിരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ, ദുബൈയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഒരു ഫോട്ടോ, അത് ചക്കയുടെ ചുള മാറ്റി ചുള മാത്രം വേറെ ബാക്കിയിട്ട് കിലോന് 50 ദിർഹം, കിലോ 80 ദിർഹം ഏകദേശം. വാർഡ് മെമ്പറുടെ ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് മേയർ പറഞ്ഞു. വാർഡ് കൺവീനർ ഒമ്പാൻ മൊയ്തു, കൃഷി ഓഫീസർ ഷിനു തോമസ്, അൻസാരി തില്ലങ്കേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കാഞ്ഞിരോൾ രാഘവൻ മാസ്റ്റർ, എം പ്രഭാകരൻ, ലത്തീഫ് ശിവപുരം, ആബൂട്ടി മാസ്റ്റർ ശിവപുരം, ഉമ്മർ മാസ്റ്റർ, റമീസ്, സി ഹനീഫ, സി സഫീർ, വി പി ഫൈസൽ, കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പേരാവൂർ മണ്ഡലം കൺവെൻഷനും ജനറൽ ബോഡി യോഗവും ഇരിട്ടി മാരാർജി ഭവനിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പേരാവൂർ മണ്ഡലം കൺവെൻഷനും ജനറൽ ബോഡി യോഗവും ഇരിട്ടി മാരാർജി ഭവനിൽ നടന്നു. കൺവെൻഷൻ KCW സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്തു. 12 വയസ്സിൽ തൊഴിൽ തുടങ്ങിയ ഞാൻ ഇത്രയും കാലം ഈ തൊഴിലുമായി മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ സംഘടന വരുന്നതിന് മുമ്പ് എന്റെ മനസ്സോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഘടന പല ആളുകൾ നേടിയെടുക്കുന്ന ഭാഷണം നേടിയെടുക്കുമ്പോൾ നമുക്കും ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെങ്കിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുപ്രഭാത കാലഘട്ടങ്ങൾ ഇങ്ങനെ ഒരു സംഘടന വരികയും ആ സംഘടനത്തിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ആ മെമ്പർഷിപ്പ് എടുത്തുന്ന വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ മണ്ഡലത്തിന്റെ ഭാരവാഹിയായും അത് കഴിഞ്ഞ് പിന്നീട് ജില്ലയുടെ ഭാരവാഹിയുമായി 13 വർഷക്കാലം ഈ സംഘടനയോടൊപ്പം ഞാൻ എടുക്കുന്ന തൊഴിൽ കിട്ടുന്ന നാണയത്തുടുകൾ നിങ്ങൾക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ എന്താണോ ഉദ്ദേശിച്ച ആ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ അതോട്ടം വരുമ്പോൾ ഒരു 2 മണിക്കൂർ ഒരു മണ്ഡലം കമ്മിറ്റിയുടെ മീറ്റിംഗിൽ അവിടെ എഴുതി വെച്ച് മിനിറ്റ്സ് ബുക്കില്ലാത്ത ഒരു സൈൻ ചെയ്യാൻ അർപ്പണബോധം ഇല്ലാത്ത ആ മെമ്പർമാരോട് നമ്മൾ നമ്മളുടെ സംഘടനയുടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവരെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുവാനുള്ള മാർഗം ഈ ഇരിക്കുന്ന മെമ്പർമാരും ഇവിടെ എടുക്കുന്ന നേതാക്കളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സംഘടന ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. മണ്ഡലം പ്രസിഡന്റ് സാദിഖ് പുന്നാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് നസീർ കൂത്തുപറമ്പ് ആശ്രയ പദ്ധതി വിശദീകരണം നടത്തി. സംസ്ഥാന സെക്രട്ടറിമാരായ ടിൻഡു പി ടോമി, സജി വിളക്കോട്, അൻസാർ പാനൂർ, റഫീഖ് കാട്ടാമ്പള്ളി, റഫീഖ് പുന്നാട് തുടങ്ങിയവർ സംബന്ധിച്ചു. സർക്കാരിന്റെ കീഴിൽ പാചക തൊഴിലാളികളെ നിയമിക്കുന്ന സമയത്ത് യൂണിയനിൽ നിന്നുള്ള തൊഴിലാളികളെയും പരിഗണിക്കണമെന്നും പാചകം തൊഴിലായി അംഗീകരിക്കണമെന്നും പാചക തൊഴിലാളികൾക്ക് മാത്രമായി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരണം. അടക്കാത്തോടിലെ താഴത്തെ മുറിയിൽ ജെയിംസ് അന്തരിച്ചു. 64 വയസ്സായിരുന്നു. ഭാര്യ എൽസമ്മ. ജിഫിൻ, ജെമി, പരേതയായ ജെഫി എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച 10:30 അടക്കാത്തോട് സെൻറ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ. കല്ലുമുദ്രക്കുന്നിലെ അത്തിക്കൽ പൗലോസ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഭാര്യ അന്നക്കുട്ടി. ജോർജ്, മേരിക്കുട്ടി, തങ്കമ്മ, ജിജി, ജോഷി, ഷീജ, റീന എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച 3 മണിക്ക് കല്ലുമുദ്രക്കുന്ന് സെൻറ് ജൂഡ് പള്ളി സെമിത്തേരി. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 232, പേരാവൂർ 232, കൊട്ടിയൂർ 232. റബ്ബർ ലോട്ട് ഇരിട്ടി 212, പേരാവൂർ 222, കൊട്ടിയൂർ 222. ഒട്ടുപാൽ ഇരിട്ടി 120, പേരാവൂർ 122, കൊട്ടിയൂർ 123. കുരുമുളക് ഇരിട്ടി 615, പേരാവൂർ 620, കൊട്ടിയൂർ 625. കൊട്ടടയ്ക്ക ഇരിട്ടി 315, പേരാവൂർ 325, കൊട്ടിയൂർ 325. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6670, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിട്ടി ടൗണിലെ മോഷണം പ്രതികൾ കർണാടകയിൽ പിടിയിൽ.
കേളകം ബീവറേജസ് ഔട്ട്ലെറ്റിലെ മദ്യക്കുപ്പികൾ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിലായത് തിരുവോണപ്പുറം ചതുരൂർ കോളനിയിലെ 3 പേർ. പുഴയിൽ മാലിന്യം തള്ളി. കേളകം പൊയ്യമല കമ്പിപ്പാലം റോഡിൽ ബാവലിപ്പുഴയിലാണ് ചാക്കുകളിലാക്കി മാലിന്യം തള്ളിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.